അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. നമുക്ക് ആദ്യം തന്നെ മോമോസിന് വേണ്ടിയുള്ള മാവ് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. സാധാ പച്ചവെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സൊക്കെയാണ് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ഇതിവിടെ എല്ലില്ലാത്ത ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി ഒരു തക്കാളിൻ്റെ പകുതിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. സ്പൂണിലോ കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് അവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചത് ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വലിയ ബോൾസ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഒന്നിച്ച് തന്നെ അങ്ങോട്ട് പരത്തി കൊടുക്കുകയാണ്. ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, ആ ഒരു തിന്നിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടിയായി പോകരുത്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാട്ടോ ചെയ്യാറ്. ഇങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്നും കൂടി സിമ്പിളായി തോന്നാറ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭൂരിയൊക്കെ പരത്തൂലേ, അതേപോലെ ചെയ്തെടുക്കാം. പക്ഷെ ഒന്നും കൂടി സിമ്പിൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഒരു കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ നമുക്കൊന്ന് അടർത്തി കൊടുത്ത് അത് ഇങ്ങനെ വരും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തിന്നിലാണ് കേട്ടോ ഇത് പരത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് എത്ര വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാൻ നമ്മളുടെ എപ്പോഴുള്ള ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ മടക്കി കൊടുത്ത അതേ സൈഡിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഈ മോമോസ് റെഡിയായി. കിഴി പോലെ ഉണ്ടാവും കേട്ടോ ഏകദേശം. അപ്പോൾ ഞാൻ അടുത്തതും അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ ഷേപ്പിൽ ഇതാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാതും ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ അതിൻ്റെ തട്ടിലേക്ക് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ മോമോസ് വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഈ 2 തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനും സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ സോസിലൊക്കെ മുക്കി കഴിക്കാൻ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് എല്ലില്ലാത്ത ചിക്കന് നമുക്ക് മാറ്റി വെച്ചാൽ മതി. നമ്മുടെ ഒഴിവുള്ളപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും കേട്ടോ. ഇപ്പോൾ മോമോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സോസും കൂടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാ ടൊമാറ്റോ സോസ് ഇല്ലേ, അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് തേനും കൂടി ഒഴിച്ചൊന്ന് മിക്സാക്കി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.